പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൂചക സംഖ്യകളിൽ പഠിക്കാൻ പോകുന്നത് അകലങ്ങൾ, ഡിസ്റ്റൻസസ് എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു, പരസ്പരം ലംബമായ രണ്ട് വരകൾ തമ്മിൽ വരച്ച് ഒരു തലത്തിലെ ഏതൊരു പോയിന്റിനെയും നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു തലത്തിലെ ഏതൊരു ബിന്ദുവിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെ സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ് എന്ന് പറയുന്നു. അപ്പൊ എക്സ് ആക്സിസും വൈ ആക്സിസും പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ 90 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ അങ്ങനെ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആയി വരയ്ക്കുന്ന രണ്ട് വരകൾ ഉപയോഗിച്ച് ഒരു പ്രതലത്തിലെ എല്ലാ ബിന്ദുക്കളെയും നമുക്ക് രേഖപ്പെടുത്താം എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അകലം കാണാം, രണ്ട് പോയിന്റ് തമ്മിലുള്ള അകലം എങ്ങനെ കാണാം. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഒന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പൊ ഈ ഒരു പോയിന്റ് എടുത്താൽ ഈ ഒരു പോയിന്റിന് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്, 1,0. ഈ പോയിന്റിനെ എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം, 6,0 അല്ലെ. ഇത് എക്സ് അക്ഷമാണ്, എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു, y 0 അപ്പൊ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ y സൂചക സംഖ്യ 0 ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ അകലം കാണാൻ നമ്മൾ പഠിച്ചത് 1, 2, 3, 4, 5 ആണെന്നറിയാം. അത് നമുക്ക് എങ്ങനെ കാണാം, ഇവിടെ y വലയും ഇവിടത്തെ y വലയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എക്സുകൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പൊ 6 - 1 = 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ബിന്ദു -3,0, ഈ ബിന്ദു 6,0, ഇത് തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എണ്ണി നോക്കിയാൽ തന്നെ അറിയാം. 1 2 3 4 5 6 7 8 9 9 യൂണിറ്റ് ആണ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അകലം. അതെങ്ങനെയാണ് നമ്മൾ കാണാൻ എന്ന് പഠിച്ചു. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വലുത് ആരാണ്, 6 ആണ് വലുത്. അപ്പൊ 6 കുറയ്ക്കണം മൈനസ് ഏതാണ് ഇവിടത്തെ -3. സോ 6 - -3 that is equal to 6 + 3 = 9 എന്ന് പഠിച്ചു. അപ്പോ എക്സ് ആക്സിസിലുള്ള ഏത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ എക്സുകൾ തമ്മിൽ കുറച്ചാൽ മതി. അത് എപ്പോഴും ആലോചിക്കുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. ഇനി ചെറുതിൽ നിന്ന് വലുത് കുറച്ചാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പഠിച്ചു. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ കേവല വില മോഡുലസ് വാല്യൂ കണ്ടാൽ മതി. അപ്പൊ 6 - 1 എന്ന് പറഞ്ഞാലും 5 ആണ്. ഇനിയിപ്പോ ഒരാള് 6 - 1 എന്ന് പറയുന്നതിന് പകരം മോഡുലസ് ഓഫ് 1 - 6 എന്ന് പറഞ്ഞാലും that is modulus of -5 that is equal to 5. അപ്പോ എക്സ് ആക്സിസിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ ഉള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്, മോഡുലസ് ഓഫ് x1 - x2. ഇനി എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വരയാണിത് അല്ലെ. ഇത് എക്സ് ആക്സിസിന് സമാന്തരമായിട്ടുള്ള വരയാണ്. അതിൽ രണ്ട് പോയിന്റുകൾ എടുക്കാം. ഈ പോയിന്റ് ആരാണ്, 1 2. ഈ പോയിന്റ് ആരാണ്, 7 2. അപ്പൊ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള വരയിലെ പ്രത്യേകത നമ്മൾ പഠിച്ചു, y വിലകൾ തുല്യമാണ്. അപ്പൊ y വിലകൾ തുല്യമാണെങ്കിൽ ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാമെന്നാണ് പഠിച്ചത്, അവയുടെ x വിലകൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ x വില 7, ഇവിടുത്തെ x വില 1. അപ്പൊ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 7 - 1 = 6 എന്ന് കിട്ടും. അതിനെ 1 - 7 എന്ന് എഴുതിയാൽ -6 ആണ് കിട്ടുക. അപ്പൊ അതിന്റെ അതിരിക്കാൻ നമ്മൾ കേവല വിലയുടെ ഉള്ളിൽ എഴുതും. അപ്പോ രണ്ട് ബിന്ദുക്കൾ ആരാണ്, x1, y. അടുത്ത ബിന്ദു x2, y. കാരണം എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുണ്ടെങ്കിൽ y വിലകൾ ഈക്വൽ ആണ്. അങ്ങനെയുള്ള രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ മോഡുലസ് ഓഫ് x1 - x2 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ചിലപ്പോൾ നിങ്ങൾ പഠിക്കുക, മോഡുലസ് ഓഫ് x2 - x1 എന്ന് ആരെങ്കിലും പറഞ്ഞാലും രണ്ടും ഈക്വൽ തന്നെയാണ്. അപ്പൊ x1 y1 x2 y1 എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, y വിലകൾ ഈക്വൽ ആണ്. അപ്പൊ y വിലകൾ ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ x വിലകൾ തമ്മിൽ കുറയ്ക്കണം. അപ്പൊ x1 ൽ നിന്ന് x2 കുറച്ചാലും കുഴപ്പമില്ല, x2 ൽ നിന്ന് x1 കുറച്ചാലും കുഴപ്പമില്ല,
ശ്രദ്ധിക്കണം, അത് മോഡുലസ് വാല്യൂ കേവല വിലയുടെ ഉള്ളിൽ നമ്മൾ ഇടണം. ഇനി അടുത്തത് നമ്മൾ y വിലകളുടെ ഇതുപോലെ കാണാൻ പോകാണ്. നോക്കൂ, ഇതാണ് y ആക്സിസ്. y ആക്സിസിലെ 2 പോയിന്റ് നമ്മൾ എടുക്കാം. ഈ ബിന്ദു ആരാണ്? y ആക്സിസിൽ ഈ ബിന്ദുവിനെ നമുക്ക് എന്ത് പേര് കൊടുക്കാം? ഇവിടെ x വിലയാണ് ആദ്യം എഴുതുന്നത്. x 0 ആണ്. അപ്പൊ ഇത് 0,3 ആണ്. ഈ പോയിന്റിനെ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? x 0 ആണ്, -2. അപ്പൊ ഈ ബിന്ദുവും ഈ ബിന്ദുവും തമ്മിലുള്ള അകലം നമ്മൾ എങ്ങനെ നോക്കി അറിയാം? 1 2 3 4 5 ആണെന്നറിയാം. ഇവിടെ നോക്കൂ, y അക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്? y ആക്സിസിന്റെ പ്രത്യേകത എന്താണ്? y ആക്സിസിൽ xകളൊക്കെ സെയിം ആണ്. y ആക്സിസ് ആയതുകൊണ്ട് x 0 ആണ്. അപ്പൊ xകൾ തുല്യമായിട്ടുള്ള 2 പോയിന്റ് കിട്ടുകയാണെങ്കിൽ ആ 2 പോയിന്റ് തമ്മിലുള്ള അകലം കാണാൻ എന്ത് ചെയ്താൽ മതി? അവയുടെ y വിലകൾ കുറച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ y വില ആരാണ്? 3 മൈനസ് കുറച്ചു. ആരെയാണ് കുറയ്ക്കേണ്ടത്? ഇവിടുത്തെ y വില ആരാണ്? -2. So 3 minus of -2, that is 3 plus 2, that is equal to 5 എന്ന് കിട്ടും. ഇനി y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വേറൊരു വര നമ്മൾ നോക്കാണ്. ഇതാണ് y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വര. അതിലെ ഒരു പോയിന്റ് എടുത്തിരിക്കുന്നു. ഈ പോയിന്റ് x4 y4 4,4. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിലോ x4 y -3 4,3. അപ്പൊ ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതിനെ p എന്നും ഇതിനെ q എന്നും കൊടുത്താൽ p യും q യും തമ്മിലുള്ള അകലം 4,4ഉം 4 - 3ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനായിട്ട് നോക്കിയപ്പോൾ ആ വരയുടെ പ്രത്യേകത ഇവിടെ x4 ആണ്, ഇവിടെയും x4 ആണ്. അപ്പോ y ആക്സിസിന് പാരലൽ വര, ഇങ്ങനെയുള്ള വര വെർട്ടിക്കൽ ആയിട്ടുള്ള വരയാണെങ്കിൽ അതിൽ ആർക്കും മാറ്റം ഉണ്ടാവില്ല. x വിലകൾ സെയിം ആയിരിക്കും. ഇവിടെ x ഉം സെയിം ആണ്. അങ്ങനെ ആയാൽ ഡിസ്റ്റൻസ് കാണാൻ y വിലകൾ കുറച്ചാൽ മതി. സോ we want to subtract -3 from 4. So 4 minus -3, that is equal to 4 plus 3, and the distance between them is 7. അപ്പോൾ ഈ 2 പോയിന്റ് തമ്മിലുള്ള അകലം 7. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്, x വിലകൾ തുല്യമാണെങ്കിൽ y വിലകൾ തമ്മിൽ കുറയ്ക്കുക, y വിലകൾ തുല്യമാണെങ്കിൽ x വിലകൾ തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ 2 ബിന്ദുക്കൾ തമ്മിലുള്ള എക്സും വൈയും തുല്യമാകുന്ന തരത്തിൽ ഡിസ്റ്റൻസ് കാണാനായിട്ട് നമ്മൾ പഠിച്ചു. അടുത്ത ഇതിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഒറിജിൻ അല്ലെ. എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവിനെ പറയുന്ന പേരാണ് ഒറിജിൻ, ആധാര ബിന്ദു. അവിടുത്തെ വില എന്താണെന്ന് അറിയോ? ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യ 0,0. എക്സും 0 ആണ്, വൈയും 0 ആണ്. ഈ 0 0യിൽ നിന്ന് ഈ പോയിന്റ് ആരാണ്? x 4 y 2. അപ്പൊ 4 2 0 0, 4 2. We want to find out the distance from the origin to 4,2. ആധാര ബിന്ദുവിൽ നിന്ന് വേറൊരു സൂചക സംഖ്യയിലേക്കുള്ള അകലം എങ്ങനെ കാണാം? അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ ഇത് 4,2. ഇതാണ് ആധാര ബിന്ദു. അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്കിതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടാണ് കിട്ടുക അല്ലെ. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള അകലം എന്താണ്? 1 2 3 4. ഇത് 4 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം 4 ആണ്. ഇവിടെ നിന്ന് നോക്കൂ, ഇത് നമ്മളോട് 2 എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് 2 ആണ്. അപ്പൊ മട്ടത്രികോണത്തിന്റെ കർണ്ണാണ് നമ്മളോട് കാണാൻ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ കർണം കാണാറ്? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ നമുക്ക് എന്തെന്ന് വന്നു? റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പൊ ആധാര ബിന്ദുവും ഒറിജിനും വേറൊരു കോർഡിനേറ്റും സൂചക സംഖ്യയും തമ്മിലുള്ള അകലം കാണാൻ എന്താ ചെയ്തത്? നമ്മള് അവയുടെ എക്സിന്റെ വിലയുടെ സ്ക്വയർ പ്ലസ് വൈയുടെ വിലയുടെ സ്ക്വയർ കണ്ടു കൂട്ടി അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ നമുക്ക് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണാം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം 0 0 ടു -5,2? ഈ ബിന്ദുവും ഈ ബിന്ദുവും തമ്മിലുള്ള അകലം അപ്പോൾ നമുക്ക് ഇത് വഴി എങ്ങനെ കാണാം? വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0,0
and -5,2. നമ്മൾ എന്താണ് പഠിച്ചത്? ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് √−5 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. That is equal to √25 plus 4, that is equal to √29. അപ്പോൾ ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം. The distance from the origin 0, 0 to any point x, y. x, y എന്ന് പറഞ്ഞ ഈ പ്രതലത്തിൽ ഏതൊരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്താണ് x, y. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലോട്ടുള്ള അകലം കാണാൻ the equation is √x² plus y². അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു x വിലകൾ തുല്യമാണെങ്കിൽ അവയുടെ y വിലകൾ തമ്മിൽ കുറച്ചതിന്റെ കേവല വിലയാണ് y1 - y2. y വിലകൾ ഈക്വൽ ആണെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ (x1 - x2). ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് x വിലയും തുല്യമല്ല y വിലയും തുല്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണുക? അതായത് രണ്ട് പോയിന്റുകൾ നമ്മൾ പറയാണ്. വൺ പോയിന്റ് ഈസ് x1 y1 and another point is x2 y2. ഈ രണ്ട് പോയിന്റിന്റെ പ്രത്യേകത x-ഉം സെയിം അല്ല y-യും സെയിം അല്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഈസിയസ്റ്റ് ഫോർമുലയാണ്. എന്തായാലും ഒരു ചോദ്യം നമുക്ക് ഡിസ്റ്റൻസ് കാണാനായിട്ട് കിട്ടും. The formula is √x1 minus x2 whole square plus y1 minus y2 the whole square. അതിനിപ്പോ x2 minus x1 എന്ന് എഴുതിയാലും y2 minus y1 എന്ന് എഴുതിയാലും പ്രശ്നമില്ല. അപ്പൊ എന്താണ്? രണ്ട് കോർഡിനേറ്റ്സ്, രണ്ട് സൂചക സംഖ്യകൾ കാണാനുള്ള കോമൺ ആയിട്ടുള്ള ഫോർമുല നമ്മൾ പറയും √x1 minus x2 the whole square plus y1 minus y2 the whole square. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ച രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് അത് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ അതിലോട്ട് എത്താനായിട്ട് യാതൊരു പ്രശ്നമില്ല. അപ്പൊ നമ്മൾ പഠിച്ച മൂന്ന് കാര്യങ്ങളാണ് അകലം കാണാനായിട്ട് പഠിച്ചത്. ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് x വില തുല്യാണെന്ന് വിചാരിക്കുക. 5, 3, 5, 10 ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? x വിലകൾ തുല്യമാണെങ്കിൽ y വിലകൾ തമ്മിൽ കുറയ്ക്കുക. അപ്പൊ ഇതിൽ തമ്മിലുള്ള അകലം കാണാൻ ഈ ഫോർമുലയിൽ കൊടുത്ത് സമയം കളയണമെന്നില്ല. ഇതിൽ കൊടുത്താൽ ഉത്തരം കിട്ടും, പക്ഷെ അത് കുറച്ച് നമുക്ക് സമയം നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? y വിലകൾ തമ്മിൽ കുറയ്ക്കുക. ഇവിടുത്തെ y വില 10, ഇവിടുത്തെ y വില 3. മോഡുലസ് ഓഫ് 10 - 3 that is equal to മോഡുലസ് ഓഫ് 7 that is equal to 7. ഇനി അടുത്ത ഇത് നമ്മൾ പറഞ്ഞു ചില കണക്കിൽ എന്തായിരിക്കും? x-ന് വ്യത്യാസം ഉണ്ടാകാം. 10,2. വീണ്ടും അടുത്തതില് നമുക്ക് കിട്ടുന്നു -3,2. ഇവിടെ y വിലകളാണ് സെയിം. അപ്പൊ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? x വിലകൾ തമ്മിൽ കുറയ്ക്കണം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 10 കുറയ്ക്കണം മൈനസ്. ആരാണ് കുറയ്ക്കേണ്ടത്? -3 കുറയ്ക്കണം. അപ്പൊ -3 ഇടാൻ മറക്കരുത്. സോ മോഡുലസ് ഓഫ് ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 10 minus of minus plus 3 and the distance between that two point is 13. അടുത്തത് എന്താണ് നമ്മൾ പഠിച്ചത്? അടുത്തത് നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആധാര ബിന്ദു 0, 0യിൽ നിന്നുള്ള അകലം. അപ്പൊ 0,0 -4,3 തമ്മിലുള്ള അകലം കാണാൻ എന്ത് ചെയ്താൽ മതി? അപ്പൊ ഇത് 0, 0 ആണ്. പിന്നെയുള്ളത് ഇതാണ് അല്ലെ? ഇത് ആദ്യം എഴുതുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് x, രണ്ടാമത് എഴുതുന്ന ആളെ പറയുന്ന പേരാണ് y. നമ്മൾ എന്താണ് ഫോർമുല പഠിച്ചത് ഓർക്കണുണ്ടോ? √x² plus y². അപ്പൊ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള അകലം എന്തായിരിക്കും? √-4ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ that is equal to
നെഗറ്റീവ് 4ന്റെ സ്ക്വയർ, സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റില്ല അല്ലെ, സ്ക്വയർ ഓൾവേസ് ഷുഡ് ബി പോസിറ്റീവ്. അപ്പൊ നെഗറ്റീവ് 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, 3ന്റെ സ്ക്വയർ 9. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √25 ആൻഡ് ദ ആൻസർ ഈസ് 5. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഈ ഫോർമുലയിൽ ചെയ്താലും ഇതേ ഉത്തരം തന്നെയാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിച്ച് ഇത് രണ്ടും തമ്മിലുള്ള അകലൊന്ന് കണ്ടു നോക്കാം. എന്താണ് ഈ സൂത്രവാക്യത്തിൽ കൊടുക്കുമ്പോൾ ഇതിനെ നമുക്ക് ഇതിനെ x1 എന്ന് എഴുതി, ഞാൻ y1 എന്ന് എഴുതി. അപ്പൊ ഇതിനെ എന്തെന്ന് എഴുതാം? x2 എന്നതിന് എഴുതാം, y2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ റൂട്ട് ഓഫ് എന്താണ്? x1 0 മൈനസ് x2 minus 4 the whole square plus y1. What is y1? 0 minus y2. y2 is 3 the whole square. That is equal to root of 0 minus 4. That is 0 plus 4. What is 0 plus 4? It is 4. So 4 square plus 0 minus 3 minus 3. So minus 3 the square. That is equal to root of 4 square is 60 plus negative 3 square is 9. That is equal to 25 equal to 5. അപ്പോൾ ഇത് 0 എന്നുള്ള ഇത് കാണുമ്പോൾ ഈ ഫോർമുലയിൽ ചെയ്ത് വെറുതെ നമ്മൾ കുറേ സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ √x² + y² എന്ന രീതിയിൽ ചെയ്യാം. ഈ ഇപ്പോൾ പഠിച്ച ഈ 3 സൂത്രവാക്യങ്ങൾ വെച്ച് നമുക്ക് ഒരു കണക്ക് ചെയ്തു നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങളുടെ ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾക്ക് ചോദ്യം വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. നിങ്ങളുടെ പേജ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് 146 ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നുകൂടി ചോദ്യം മാഷ് വായിക്കുന്നു. എന്താണ് ചോദ്യം? -3 നമുക്ക് തന്നിട്ടുണ്ട്, -2, അതുപോലെ 1, -2, 9, 0, -3, 1. ടെക്സ്റ്റ് ബുക്കിലെ നമുക്ക് തന്നിട്ടുള്ള ചിത്രത്തിലെ എന്താണ് ചോദിക്കുന്നത്? വശങ്ങളുടെയും വികരണങ്ങളുടെയും നീളം കാണണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 146 ചോദ്യം എല്ലാവരും നോക്കുക. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ചോദ്യം നോക്കുക. നമുക്ക് അപ്പോൾ നോക്കാം, ചിത്രത്തിലോട്ട് നമുക്ക് നോക്കാം. റഫായിട്ട് മാഷ് വരച്ചിരിക്കുന്നു. അതിന് ഞാൻ എ എന്ന്, ക്വാഡ്രിലാറ്ററലിന് ABCD എന്ന് പേര് കൊടുത്തു. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് AB-യുടെ നീളം കാണണം, BC-യുടെ നീളം കാണണം, CD കാണണം, AD കാണണം, അതുപോലെ തന്നെ ഡയഗണൽസിന്റെ നീളവും കാണാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ ആദ്യം AB കാണുന്നു. AB എയും ബിയും ഒന്ന് ശ്രദ്ധിച്ചേ. A -3 -2, B എന്താണ് 1, -2. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യെസ്, y വിലകൾ ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താണ് AB കാണാൻ ഈസിയസ്റ്റ് ആയിട്ട് പഠിച്ചത്? എക്സുകൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ x ആരാ? -3 മൈനസ് ഇവിടുത്തെ x ആരാണ്? 1. സോ it is the modulus of -3 - 1. എന്താ -3 -1 എന്ന് പറഞ്ഞാൽ അത് -4 ആണ്. modulus of -4. what is modulus of -4? it is equal to 4. അപ്പൊ AB-യുടെ നീളം കിട്ടി, 4 എന്ന് നമ്മൾക്ക് കിട്ടി. ഇനി BC കാണണം. BC കാണാൻ നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊന്നും നമുക്ക് ബാധകമല്ല അല്ലെ. BC-യിലെ ഇവിടെ 9 0 ആണ്, പിന്നെ 1 സോറി ഇവിടെ 9 അല്ല, തെറ്റിയതാണ്, 0 ആണ് അല്ലെ. 0 0 1 -2 ആണ്. അപ്പൊ ഈ അകലം എങ്ങനെ നമുക്ക് കാണാം എന്ന് നമുക്ക് നോക്കാം. ഇത് ഒറിജിനിൽ നിന്നുള്ള അകലം കാണാൻ, സോ BC കാണാൻ എന്താണ് ഒറിജിനിൽ നിന്നുള്ള അകലം കാണാനുള്ള ഫോർമുല? √x² + y². that is equal to
എക്സ് 1 ആണ് 1 സ്ക്വയർ പ്ലസ് y square negative 2 square that is equal to root of 1 plus 4 and that is equal to root 5 എന്ന് കിട്ടി. BC യുടെ നീളം root 5. അങ്ങനെയാണെങ്കിൽ CD യുടെ നീളം നമുക്കിതുപോലെ കാണാലോ. CD യുടെ പ്രത്യേകത എന്താണ്? C ഒറിജിൻ ആണ് അല്ലെ, D നെഗറ്റീവ് 3 ആണ്. അപ്പൊ ഇതേ ഫോർമുല തന്നെയാണ് റൂട്ട് ഓഫ് x square plus y square. അപ്പൊ എന്താണ്? CD equal root of x എന്ന് പറയുന്നത് negative 3 square plus y square that is equal to negative 3 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് ആകില്ല. 9 plus 1 ന്റെ സ്ക്വയർ 1, so the answer is root 10. അപ്പൊ ഈ ലെങ്ത് root 10 എന്ന് കിട്ടി. അടുത്തത് AD യുടെ നീളം കാണണം. AD യുടെ ഇതെന്താണ്? എക്സുകൾ ഈക്വൽ ആണ്. എക്സുകൾ ഈക്വൽ ആണെങ്കിൽ എന്താണ്? വൈകൾ തമ്മിൽ കുറച്ചാൽ മതി. സോ AD ഈക്വൽ ഇറ്റ് ഈസ് ദ മോഡുലസ് ഓഫ് വൈകൾ തമ്മിൽ നമ്മൾ കുറയ്ക്കണം. ഇവിടത്തെ y 1 മൈനസ് ഇവിടത്തെ y നെഗറ്റീവ് 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 പ്ലസ് 2 that is equal to modulus of 3 and the answer is 3. അപ്പോൾ നമുക്ക് ഇത്തരത്തിലെ ഈസി ചോദ്യമാണ്. ഈ രണ്ട് ഇതിലെ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഡയഗണലിന്റെ നീളം കാണാൻ പറഞ്ഞിട്ടുണ്ട്. AC യുടെ നീളവും BD യുടെ നീളവും കാണണം. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, കിട്ടണുണ്ടോ എന്ന് നോക്കാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾ ചോദിക്കുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് ഒന്ന് പ്രവേശിക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? Prove that by joining the points 2, 1, 3, 4, negative 3, 6, we get a right triangle. എന്താണ് ചോദ്യം? 2, 1, 3, 4, നെഗറ്റീവ് 3, 6 ഈ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഒരു മട്ടത്രികോണം കിട്ടും എന്ന് തെളിയിക്കുക. അതാണ് ചോദ്യം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താ ഈ തന്നിട്ടുള്ള 3 സൂചക സംഖ്യകൾ മട്ടത്രികോണത്തിന്റെ സൂചക സംഖ്യകളാണെന്ന് അടയാളപ്പെടുത്തണം. അപ്പോ ഒരു ത്രികോണം, മട്ടത്രികോണം നമ്മൾ വെറുതെ റഫായിട്ട് വരച്ചാൽ നമുക്ക് പോയിന്റ് കൊടുത്ത A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. നമ്മൾ ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രം. അപ്പോ ഒന്നാമത്തെ പോയിന്റിന് ഞാൻ A എന്ന് കൊടുത്താൽ, രണ്ടാമത്തെ പോയിന്റിന് B എന്ന് കൊടുത്തു, മൂന്നാമത്തെ പോയിന്റിന് C എന്ന് കൊടുത്തു. അപ്പൊ ഏറ്റവും നീളം കൂടിയ വശമാണ് ഹൈപ്പോട്ടനിസ് കർണം അല്ലെ. അപ്പൊ ഈ നീളത്തിന്റെ സ്ക്വയറും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ഹൈപ്പോട്ടനിസ് കർണത്തിന്റെ സ്ക്വയർ കിട്ടണം. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ കിട്ടണം. അപ്പൊ ഇതിലെ AB ആവില്ല. നമ്മളിത് കാണുന്നത് നമ്മൾ വെറുതെ റഫായിട്ട് ജസ്റ്റ് വെച്ചു. അപ്പൊ നമുക്ക് AB എന്നുള്ള അകലം ആദ്യം കാണാം. AB ഡിസ്റ്റൻസ് AB നോക്കിയപ്പോ ഇവിടെ എക്സും വൈ ഒന്നും തുല്യമല്ല. അപ്പൊ നമ്മുടെ ഫോർമുല ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് x1 minus x2 the whole square plus y1 minus y2 the whole square. അപ്പോ ആദ്യത്തെ ആളെ ഞാൻ x1 എന്നും ഇവിടെ y1 എന്ന് എടുത്താൽ ഇതാണ് ആര്? x2 y2 എന്ന് എടുക്കാം. അപ്പൊ ഓരോന്ന് അത് എടുത്ത് എഴുതിയാൽ പിന്നെ നമുക്ക് തെറ്റില്ല. റൂട്ട് ഓഫ് x1 2 minus x2 3 whole square plus y1 1 minus y2 4 whole square and that is equal to root of 2 minus 3 നെഗറ്റീവ് 1 ന്റെ സ്ക്വയർ. മാഷ് ഒന്ന് സ്റ്റെപ്പ് ചുരുക്കി ഇതാണ്. നെഗറ്റീവ് 1 ന്റെ സ്ക്വയർ 1 ആണ് പ്ലസ് 1 minus 4 that is minus 3. minus 3 ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. അപ്പൊ അതിന്റെ ആൻസർ കിട്ടി AB equal to root 10 എന്ന് നമുക്ക് കിട്ടി. AB equal to root 10 എന്ന് കിട്ടി. root of 10 എന്ന് കിട്ടി. അതവിടെ നിൽക്കട്ടെ. അടുത്ത എന്ത് കാണണം? നമ്മൾ BC കാണണം അല്ലേ.
അപ്പൊ ബി സി കാണുമ്പോൾ ആരൊക്കെയാണ് ബി സി? 3, 4 ആണ് ആദ്യത്തെ കോർഡിനേറ്റ്. -3,6 ആണ്. അപ്പൊ ഇവിടെ ആ എക്സ് തുല്യാണ് എന്ന് പറയരുത്. ഇവിടെ സൈൻ ഡിഫറന്റ് ആണ്, ചിഹ്നം വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഫോർമുലയിൽ തന്നെ കൊടുക്കണം. ഓരോ പ്രാവശ്യം ഫോർമുല എടുത്ത് എഴുതേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഇതാണ് x1 y1 അല്ലെ. ആദ്യത്തെ ആളെ x1 y1 എന്ന് കൊടുത്താൽ അടുത്ത ആളെയാണ് x2 y2 എന്ന് കൊടുക്കുക. അപ്പൊ റൂട്ട് ഓഫ് x1 3 minus x2 minus 3 the whole square plus y1 4 minus y2 6 the whole square that is equal to root of minus or minus 3 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് 3 ആണ്. അപ്പൊ ഇത് എന്തായി മാറി? 3 plus 3 3 plus 3 6 സ്ക്വയർ 6 സ്ക്വയർ പ്ലസ് 4 minus 6 വ്യത്യസ്ത ചിഹ്നമായ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. അപ്പൊ 6 ൽ നിന്ന് 4 കുറച്ച 2 minus 2 minus 2ന്റെ സ്ക്വയർ minus 2ന്റെ സ്ക്വയർ. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഒന്നും എഴുതണമെന്നില്ല, അറിയാവുന്നവർക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഉത്തരം എഴുതാം, പെട്ടെന്ന് എഴുതാൻ പറ്റും. റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ 36 മൈനസ് 2ന്റെ സ്ക്വയർ 4. സോ ദ ആൻസർ ഈസ് റൂട്ട് 40 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇത് ബി സി ആണ്, ബിയും സിയും തമ്മിലാണ് നമ്മൾ എടുത്തത്. അപ്പൊ ബി സി ഈക്വൽ ടു റൂട്ട് 40 എന്ന് കിട്ടി. അത് നമ്മൾ അവിടെ എഴുതി, ബി സി ഈക്വൽ ടു റൂട്ട് 40. ഇനി ഒരു നീളം കൂടി നമുക്ക് കാണണം അല്ലെ, എ സി. എ സി എന്ന നീളം കാണണം. അപ്പൊ എ സി എന്ന് എഴുതി. ആരൊക്കെയാണ് എ സി? എ 2 1. ആരാണ് സി? -3 6. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? റൂട്ട് ഓഫ് ഇതാണ് x1 y1, ഇതാണ് x2 y2. അപ്പൊ x1 2 minus x2 minus 3 the whole square plus y1 1 minus y2 6 the whole square that is equal to root of 2 minus or minus 3. Minus or minus means plus 3. അപ്പൊ 2 plus 3 5 സ്ക്വയർ പ്ലസ് 1 minus 6 minus 5 minus 5 സ്ക്വയർ. So the answer is 5ന്റെ സ്ക്വയർ 25 പ്ലസ് മൈനസ് 5ന്റെ സ്ക്വയർ ആയാലും 25. അപ്പൊ റൂട്ട് 50 എന്ന് കിട്ടി. സോ എ സി ഈക്വൽ ടു റൂട്ട് 50. ഇതിൽ ആരാണ് വലുത്? ഇവിടെ ഒരു നീളം റൂട്ട് 10, അടുത്ത നീളം റൂട്ട് 40, പിന്നെ കിട്ടിയോക്കണ നീളം റൂട്ട് 50. അപ്പൊ ഹൈപ്പോട്ടനീസ് കർണം എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടി ഇതിനെ പറയുന്ന പേരാണ് കർണം. അപ്പൊ ഇവിടെ കർണമായിട്ട് ഹൈപ്പോട്ടനീസ് ആയിട്ട് വരുന്നത് റൂട്ട് 50 ആണ്. അപ്പൊ ഇത് ബേസ് ആയിട്ട് എടുക്കാം, ഇത് ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുക്കാം, ഇത് പാദം, ഇത് ലംബം. അപ്പൊ ഇത് മട്ടത്രികോണത്തിന്റെ അളവാണെങ്കിൽ എന്ത് വേണം? പാദത്തിന്റെ സ്ക്വയറും ലംബത്തിന്റെ സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ കർണത്തിന്റെ സ്ക്വയറിന് ഈക്വൽ ആകണം അല്ലെ. അതായത് റൂട്ട് 10 സ്ക്വയർ പ്ലസ് റൂട്ട് 40 സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ കാണാൻ. എന്താണ് റൂട്ട് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10, റൂട്ട് 40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 40. അപ്പൊ എന്താണ് ഉത്തരം വന്നേ? 50. ഇനി കർണം ഹൈപ്പോട്ടനീസ് എന്താണ്? റൂട്ട് 50, അതിന്റെ സ്ക്വയർ കാണാണ്. റൂട്ട് 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ എന്ന് കിട്ടി. അതുകൊണ്ട് തന്നിട്ടുള്ള കോർഡിനേറ്റ്സ് ആരെയാണ്? ഇറ്റ് ഈസ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ. മട്ടത്രികോണത്തിന്റെ കോർഡിനേറ്റ്സ് ആണെന്ന് നമ്മൾ തെളിയിച്ചു. അടുത്തായിട്ട് നമ്മൾക്ക് SSLCക്ക് വന്ന ഒരു ചോദ്യം ഒന്ന് കണ്ടു നോക്കാം. അടുത്ത നമുക്ക് 2019 മാർച്ചിലെ ഒരു മാർച്ച് SSLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. Draw the coordinate axis and mark the points A 1,1, B 7,1. Draw an isosceles right triangle ABC with AB as hypotenuse. And C question, write the coordinate of C. എന്താണ് ചോദ്യം? അക്ഷങ്ങൾ വരച്ച് A 1 1
ബി 7 1 അടയാളപ്പെടുത്തുക. ബി ക്വസ്റ്റ്യൻ പറയുന്നു, എ ബി കർണമാകുന്ന തരത്തിൽ ഒരു സമപാർശ്വ മട്ടത്രികോണം വരയ്ക്കുക. സി ക്വസ്റ്റ്യൻ, സിയുടെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പൊ ഈ ഒരു ചോദ്യം കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഗ്രാഫ് പേപ്പർ ഒന്നും തരില്ല, നമുക്ക് SSLC ആ ആൻസർ ഷീറ്റിൽ നിങ്ങൾ പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു. തുല്യ അകലത്തിൽ എക്സ് ആക്സിസ് മാർക്ക് ചെയ്ത് നമ്മുടെ ആവശ്യം ഇവിടെ 1 1 7 1 ആണ്. അപ്പൊ 1 2 3 ഇതായി നോക്കാം. ഏതാണ് 1 1? x1 y1. അപ്പൊ ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, അത് 1,1. ബി എന്താണ് പറയുന്നത്? 7 1. അപ്പൊ x7 x7 y1, അതാണ് ബി. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി. ഈ രണ്ടാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? എന്താണ് ബി ക്വസ്റ്റ്യൻ പറയുന്നത്? എ ബി ഹൈപ്പോട്ടനിസ് ആയിട്ട് we want to draw a right triangle. ഒരു മട്ടത്രികോണം വരയ്ക്കണം. എ ബി കർണമാകുന്ന തരത്തിൽ ഒരു മട്ടത്രികോണം, സമപാർശ്വ മട്ടത്രികോണം വരയ്ക്കണം. അപ്പൊ നമ്മൾ എ ബി യോജിപ്പിച്ചു എന്ന് വിചാരിക്കുക. എ ബി യോജിപ്പിച്ചു. എ ബി യോജിപ്പിച്ച് ഒരു മട്ടത്രികോണം കിട്ടണം. എ ബി വശമാകുന്ന ഒരു സമപാർശ്വ ഐസോസെലസ് ട്രയാങ്കിൾ. ആ ഐസോസെലസ് ട്രയാങ്കിൾ എന്താവണം? റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഒരു വര വരച്ചിട്ട് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ, ഇത് ഒരു സൈഡ് ആകുന്ന തരത്തിൽ ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കാണും അല്ലേ? അതിന്റെ സെന്ററിലൂടെ, ഇതിന്റെ നീളം മൊത്തം 10 ആണെങ്കിൽ സെന്റർ വരെ 5 ആണ്. ആ സെന്ററിലൂടെ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ, സെന്റർ എങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെറുതെ ഞാൻ മാഷ് വരച്ചോളം വരയ്ക്കല്ല, കോമ്പസും എടുത്തിട്ട് വേണം പെർപെൻഡിക്കുലർ വരയ്ക്കാൻ. ഇനി ഇതിൽ ഏത് പോയിന്റിൽ നിന്ന് എടുത്താലും നമുക്കൊക്കെ വരച്ചാൽ അതെന്താണ്? ഏത് പോയിന്റിൽ നിന്ന് വരച്ചാലും അതൊക്കെ ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആശയമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ എ ബിയുടെ എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പൊ എ ബിയുടെ നീളം ആദ്യം എത്രയുണ്ടെന്ന് നോക്കണം. എന്താണ് എ ബിയുടെ നീളം? നോക്കൂ, ഇവിടെ നമുക്ക് നോക്കിയാൽ കൃത്യം അറിയാല്ലേ, ഫോർമുലയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. 1 2 3 4 5 6 എ ബിയുടെ നീളം, അതായത് ഇവിടത്തെ എക്സ് വൈ 1 ആണ്, ഇവിടത്തെ വൈയും 1 ആണ്. അപ്പൊ എക്സുകൾ തമ്മിൽ കുറയ്ക്കണം. 7 1 കുറച്ച് 6 ആണ്. അപ്പൊ എ തൊട്ട് ബി വരെയുള്ള നീളം 6 ആണ്. അപ്പൊ അതിന്റെ നടു അല്ലെ, നടു എന്താണ്? 3 ആണ് നടു. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ ഈ 3 അല്ല, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള അതിന്റെ നടു 3 യൂണിറ്റ്. അപ്പൊ ഇവിടെ നിന്ന് 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ് അതിന്റെ എന്തായിട്ട് വരുന്നത്? സെന്റർ ആയിട്ട് വരുന്നത്. അപ്പൊ 170 71ന്റെയും സെന്റർ ആയിട്ട് വരുന്നത് എന്താണ്? 4 ആണ്. അതെങ്ങനെയാ കാണാന്ന് അടുത്ത പാഠത്തിൽ നമ്മൾ പഠിക്കും. അതായത് 1 + 7 8. 8ന്റെ പകുതി 4 ആണ് നമ്മൾക്ക് അതിന്റെ സെന്റർ കിട്ടുക. ഇനി ഇതിന്റെ അതുപോലെ അപ്പൊ സെന്റർ പോയിന്റ് 1 + 1 2 2/2 1. അപ്പൊ 4 1 ആണ് സെന്റർ. ഇതാണ് 4, ഇതാണ് 1. അപ്പൊ 4 1 ആണ് എ ബിയുടെ സെന്റർ വരെ. ഈ പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ, പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പോൾ എ ബിയിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പോൾ പെർപെൻഡിക്കുലർ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വേണമെങ്കിൽ വരയ്ക്കാം, അല്ല കോമ്പസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ പെർപെൻഡിക്കുലർ വരയ്ക്കുക എന്ന് നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ എ ബി ഹൈപ്പോട്ടനിസ് ആകുന്ന തരത്തില് നമുക്ക് എന്ത് വേണം? ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പൊ അതെങ്ങനെയാ നമ്മൾ വരയ്ക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഇത് എ ബി ഹൈപ്പോട്ടനിസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എ ബി ഡയാമീറ്റർ ആകുന്ന തരത്തിൽ ഒരു സെമി സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പൊ എ ബിയുടെ നീളം മൊത്തം നമുക്ക് പറഞ്ഞു 6 ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സെന്റർ ഇതാണ് 3. അപ്പൊ ഇത് ഡയാമീറ്റർ ആണെങ്കിൽ ഇത് റേഡിയസ് ആണ് അല്ലെ. അപ്പൊ എ ബി ഡയാമീറ്റർ ആയിട്ട് ഒരു സെമി സർക്കിൾ വരച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കോമ്പസ് 3ൽ കുത്തിയിട്ട്
ഇങ്ങോട്ടുള്ള നീളം തുല്യമായതുകൊണ്ട് ഇത് സെന്റർ ആയിട്ട് ഇത് റേഡിയസ് ആയിട്ട് നമുക്കൊരു സെമി സർക്കിൾ വരയ്ക്കാൻ പറ്റും. സെമി സർക്കിളിന്റെ ഉള്ളിൽ വരയ്ക്കുന്ന എല്ലാ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇങ്ങോട്ട് വരച്ചാലും അത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. പക്ഷെ നമുക്ക് എന്ത് വേണം? രണ്ടു വശം തുല്യമായ റൈറ്റ് ട്രയാങ്കിൾ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പെർപെൻഡിക്കുലർ വരച്ചത്. അപ്പൊ ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസ് ഈ പോയിന്റിൽ കുത്തുന്നു. ഇത് റേഡിയസ് ആയിട്ട് എടുത്ത് നമ്മൾ എന്ത് വേണം? മാഷ് റഫായിട്ടാണ് വരയ്ക്കണം. ഇങ്ങനെയല്ല, കോമ്പസ് ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കണം. സമയമില്ല, അതുകൊണ്ട് മാഷ് വേഗം വരച്ച് അവസാനിപ്പിക്കണം. ക്ലാസ് നീണ്ടുപോയ നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ കോമ്പസ് കുത്തി നിങ്ങൾ ഒരു സെമി സർക്കിൾ, മാഷ് ഒരു റഫ് ഐഡിയ തരാണ്, സെമി സർക്കിൾ വരച്ചു. അപ്പൊ സെമി സർക്കിൾ വരച്ച നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇനി ഒരു ഐസോസെലസ് വരയ്ക്കണം എന്ന് പറഞ്ഞു. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ ഇത് ഏത് പോയിന്റ് എടുത്തിട്ട് നിങ്ങൾ ഇതിലേക്ക് വരച്ചാൽ, ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ പോയിന്റ് എടുത്താൽ അത് റൈറ്റ് ട്രയാങ്കിൾ. ഐസോസെലസ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഈ രണ്ട് പോയിന്റിലോട്ട് വരച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതാണ് പോയിന്റ് സി. ഈ സിയുടെ പോയിന്റ് കാണാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സിയുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പോൾ അത് 4,4 എന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് SSLCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ അതായത് ഇവിടേക്ക് നമ്മൾ 4 ആണെങ്കിൽ ഇത് റേഡിയസ് ആയതുകൊണ്ട് ഏതൊരു ഇതിലും നമുക്ക് കിട്ടാൻ ഡിസ്റ്റൻസ് 4 ആണ്. ഇങ്ങോട്ട് 4 ആണ്, ഇങ്ങോട്ട് 4 ആണ്, ഇങ്ങോട്ട് 4. അപ്പൊ ഈ നീളം ഇത് നോക്കാം. ഇത് y ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? അപ്പോ ഇവിടെ റേഡിയസ് എത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത്? 3 ആണ്. 4 ഇത് 1 കുറച്ച 3 ആണ് റേഡിയസ്. അപ്പൊ ഇങ്ങോട്ടുള്ള നീളം എന്താണ്? 3 ആണ്. അപ്പോ 1ന്റെ കൂടെ 3 കൂട്ടിയ 4 കിട്ടും. അങ്ങനെയാണ് ഇത് 4,4 എന്ന് കിട്ടിയത്. അപ്പോൾ ഈ പാഠഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടുള്ള ഒട്ടനവധി കണക്കുകൾ. ഇനി നിങ്ങൾക്ക് ആ പാഠത്തിലെ മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കാം. നമുക്ക് ഈ എത്രയും വേഗം നമ്മളിനിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ നമുക്കിനി നേരിൽ കാണാം. എത്രയും വേഗം നേരിൽ കാണാം. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. നല്ലപോലെ പഠിക്കുക.